ആരാപ്പാ കളവണ്ടിയിലാണ് വരുന്നത്? തേന്മാങ്കോമ്പത്തിലെ മോഹൻലാലോ? കൂടെ ശോഭനയും കൂടി വണ്ടിന്നില്ലേ? ഹായ്, നമസ്കാരമുണ്ട് എല്ലാവർക്കും. എബൌട്ട് ബ്ലൂ ഹിൽസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കർണാടകയിലെ ഗുണ്ടൽപേട്ട്. ഈ ട്രാക്ടറിൽ കൊണ്ടുപോകണം നോക്കി, നമ്മളെ നാട്ടിലൊക്കെ വൈക്കോല് കൊണ്ടുപോകണ പോലെ. ഇത് മുതിരയാണ്, മുതിര. ഇത് ട്രാക്ടറിൽ കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ബാക്കിൽ കാളവണ്ടിയിൽ ഇതാ കൊണ്ടുവരുന്നത്. ഇത് ഇവിടെ പാടത്തുനിന്ന് അരിഞ്ഞെടുത്തിട്ട് കൊണ്ടുവരികയാണ്, കളത്തേക്ക് കൊണ്ടുവരികയാണ്. ഇത് ഉണങ്ങി നമ്മൾ നെല്ല് അരിഞ്ഞെടുക്കണ മാതിരി തന്നെയാണ്, ഉണങ്ങിയതാണ്. ഇനി ഇവിടെ കളത്തിൽ കൊടുന്നിട്ടിട്ടും കുറച്ച് ഉണക്കും, ഒരു 2 ദിവസമൊക്കെ, അത്ര തന്നെ ഉണങ്ങാനുള്ളൂ. ഓൾറെഡി ഉണങ്ങിയത് തന്നെയാണിത്. ഇറങ്ങണൻ അതിൻ്റെ മേലെ നിന്ന് ഇറങ്ങുന്നുണ്ട്, കാളവണ്ടിൻ്റെ മുകളിൽ നിന്ന്. അപ്പോൾ കാളകളെ റിലീസാക്കുകയാണ്, എന്നിട്ട് അൺലോഡ് ചെയ്യണം. ഈ കാളകളെ മുഖത്തൊക്കെ വായ കെട്ടിയിട്ടുണ്ടാവും കേട്ടോ, അതാണ് അവർക്ക് തിന്നാനൊന്നും പറ്റൂല. അതൊക്കെ മണത്ത് നോക്കി പോവാ. അത് വരുന്ന വഴിയിലൊക്കെ പിന്നെ പുല്ലൊക്കെ കണ്ടാൽ അതിമക്ക് തലയിടുന്ന് വിചാരിച്ചിട്ടേ മുഖം കെട്ടി കൊടുക്കുന്നതാണ്. മുഖമല്ല, വായ കെട്ടി കൊടുക്കും. അപ്പോൾ മുതിരൻ്റെ വൈക്കോലൊക്കെ ഇറക്കി, വൈക്കോല് എന്ന് പറഞ്ഞാൽ അതിമ മുതിര ഉണ്ട്, ഇനി മുതിര അയിമന്നൊക്കെ എടുക്കണം. അപ്പോൾ അതാ ഉണക്കാന് വേണ്ടിയിട്ട് ഇങ്ങനെ ചിതറിയിടുകയാണ്. ഏകദേശം ഒരു ദിവസം 1.5 വെയിലൊക്കെ കൊള്ളുമ്പോൾ തന്നെ കറക്റ്റ് ആവും. ഓൾറെഡി അത് ഉണങ്ങിയത് തന്നെയാണ്. ഇനി അത് വെയിലത്ത് അങ്ങനെ ഇടുകയാണ്, ചിക്കിയിട്ട്. ഇവരിത് 2 രീതിയിലാണ് ഇതിമെന്ന് ഈ മുതിര മണിയാക്കി എടുക്കൽ. ഒന്ന് പരമ്പരാഗത രീതിയിൽ വടിയെടുത്തിട്ട് തച്ചിട്ടാണ് ഇതിമെന്ന് എടുത്തിട്ട്. രണ്ടാമത്തെ ഇതേപോലെ മെതിയന്ത്രം കൊണ്ടുവരും. അപ്പോൾ കൂടുതലുള്ളവർക്കൊന്നും വടിയെടുത്ത് അടിക്കൽ പോസിബിൾ അല്ല. ഇപ്പോൾ മെഷീനറി ആയതുകൊണ്ട് എല്ലാവരും ഇതിൽ തന്നെ മാറിയിട്ടുണ്ട്. നല്ല സ്പീഡായിട്ട് തന്നെ പരിപാടി കഴിയുന്നത്. നമ്മളെ കാപ്പി അത് അപ്പുറത്ത് ഉണങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ കാപ്പി കളത്തിലിട്ടിട്ട് തന്നെയാണ് ഇതൊക്കെ മെതിക്കണത്. ഇവർക്ക് സൗകര്യം പെടട്ടിട്ടാണ്. നമുക്ക് കുറച്ച് കാപ്പിയുള്ളൂ. ഇപ്പോൾ കൂടുതൽ കാപ്പി വരുമ്പോൾ അപ്പോഴേക്കിനും വരുത് തീരും. നമുക്കിപ്പോൾ കുറച്ച് കാപ്പിയുള്ളൂ. അപ്പോൾ ഇതാണ് മുതിരൻ്റെ ബീൻസ്. ഇത് പൊളിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു 5-6 മുതിരകൾ ഉണ്ടാവും. കണ്ടോ? ഇത് നമ്മളെ നാട്ടിലത്തെ മുതിരൻ്റെ പോലെയല്ല, കുറച്ചും കൂടി വൈറ്റ് കളർ കൂടുതൽ, നല്ല വെള്ള കളറായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒന്നുകൂടി ക്വാളിറ്റി കൂടിയതാണെന്ന് തോന്നുന്നുണ്ട്. പുതിയ മെഷീനാട്ടോ, പുതിയ മെഷീനാണ്. അപ്പോൾ ഇതാ ഈ സൈഡിൽ ഇങ്ങനെ മുതിരൻ്റെ സീഡ് വന്നിട്ട് വീണുണ്ട്. ഇവിടെ നമ്മളെ അണ്ണനിതാ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ചില ബീൻസുകൾ ഒന്ന് ചാടുന്നുണ്ട്. അത് മെഷീനിൽ പെടാത്ത ബീൻസുകൾ ഒന്ന് ചാടുന്നുണ്ട്, അതെടുക്കാനാണത്. നല്ല സ്പീഡിൽ തന്നെ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. പുറത്ത് അതിൻ്റെ വൈക്കോൽ ചണ്ടി എടുത്ത് മാറ്റുന്നുണ്ട്. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ അതിൽ ഇതിന് കുറച്ച് വൈറ്റ് കൂടുതലാണ്. നല്ല രസമുണ്ട്. ഇതിനി ഉണങ്ങാനൊന്നും ഇല്ല കേട്ടോ, ഇത് ഇത്ര തന്നെ ഉണക്കുള്ളൂ. ഇത് ആ ബീൻസിൻ്റെ ഉള്ളിൽ തന്നെ കിടന്നിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഏജൻറ്റുമാർ വരും, അവരിതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് റേറ്റ് പറയും. ഇവർക്ക് അത്ര റേറ്റ് ആണെങ്കിൽ അടിച്ചു വിടും. അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ ചോട്ട് ഒരാളിരിക്കണം, ഇങ്ങനെ അരിച്ചിട്ട്. ബാക്ക് സൈഡിൽ അതാ ചണ്ടി വന്നിട്ട് വീണുണ്ട്. അസാധ്യ വെയിലാണ് ഇവിടെ. ബക്കറ്റ് നിറഞ്ഞിക്കണം. ബക്കറ്റ് മാറ്റി വെച്ച് കണ്ടോ എന്താല്ലേ. നമുക്ക് ഈ മുതിരൊക്കെ നാട്ടിലെത്തുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സംഭവം എന്നുള്ളത്
ആർക്കെങ്കിലും ഇതിൻ്റെ മുന്നേ അറിയായിരുന്നോ? അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ, കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇത് നമ്മൾ അപ്പുവാണ്. അപ്പു പെങ്ങണ്ണൻ്റെ പെങ്ങളെ മകനാണ്. ഈ വണ്ടിൻ്റെ ബാക്ക് സൈഡിൽ കൂടി നല്ല പൊടിയാണ്. എന്താ പൊടി അറിയാം, ഇവിടെ നിൽക്കാൻ തന്നെ വയ്യ, അങ്ങനത്തെ പൊടിയാണ്. പിന്നെ അസാധ്യ വെയിലും. പെട്ടെന്ന് പരിപാടി കഴിയുന്നുണ്ട്, ഒരുപാടുണ്ടായിരുന്നു. എത്ര പെട്ടെന്നാണെന്നറിയാം ഇത് മരിച്ചു കഴിഞ്ഞത്. ഇതാ ഈ അരിപ്പയിൽ കൊടുക്കണ ബീൻസ്, ഇത് രണ്ടാമത് മെഷീനിലിടും. റങ്കണ്ണൻ ഇതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു തരികയാണ്. എന്തായാലും അപ്പോൾ മെഷീനൊക്കെ പോയതിൻ്റെ ശേഷം അടിയിൽ വീണ മണികൾ, അതായത് മുതരമണികൾ കൂട്ടുകയാണ്. കണ്ടോ, നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഇതിന് പേര് ഇവിടെ പറയുന്നത് ഉള്ളി എന്നാണ് കേട്ടോ. കർണാടകക്കാർ മുതരക്ക് പറയുന്ന പേര് ഉള്ളി എന്നാണ്. ഉള്ളി, നമ്മളോട് ഉള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, മുതിരയെന്ന് ഒരിക്കലും വിചാരിക്കൂല. ഈ ചേച്ചി കണ്ടില്ല, പഴയ കാലത്ത് ഓർമ്മയാണ് വരുന്നത്. നോക്കി നെല്ലൊക്കെ ഇങ്ങനെ കാട്ടിന്നില്ല ആദ്യം. അപ്പോൾ അവർ ക്ലീൻ ചെയ്യണം. ഇതിൻ്റെ ചണ്ടി മാറ്റുന്നതിൻ്റെ അടിയിലൊക്കെ നല്ല മുതിരയുണ്ട് കേട്ടോ. ഇത് ഫുള്ള് മുതിരയാണ്. ഇതിനി ആ ചേച്ചി കാട്ടുന്ന മാതിരി മുറത്തിലേ എടുത്തിട്ട് കാറ്റത്ത് നിന്നിട്ട് അപ്പുറത്ത് അടിച്ചു കൂട്ടുന്നുണ്ട്. എല്ലാവരും കൂടി എല്ലാവരും ഇറങ്ങിക്കണം. പിന്നെ ഇതിൻ്റെ വൈക്കോലാണ് ഈ കൂട്ടി വെച്ചിട്ടുള്ളത്. ഇതിഞ്ഞ് അടുത്ത വർഷം വരെ ഈ കാളകൾക്ക് തിന്നാനുള്ളതുണ്ട്. അവരോട് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒക്കെ താഴത്ത് കണ്ടില്ല മുതിരകൾ വീണ് കിടക്കുന്നത്. നമ്മൾ ചവിട്ടി പോണോടത്തൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെയാണ് മുതിരകൾ. അവസാനം അതാ കച്ചവടക്കാർ വന്ന് അവരേറ്റൊക്കെ വില സംസാരിച്ച് റെഡിയായി. ഇനി അവർ ചാക്കിലേക്ക് മാറ്റണം. ഓരോ ചാക്കും 50 കിലോ വീതം വെച്ചിട്ട് തൂക്കും. എന്നിട്ട് തുന്നിയിട്ട് വണ്ടിയിൽ കയറ്റും. നമ്മുടെ നാട്ടിലിപ്പോൾ ഇതിന് എന്താ വില എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇവർക്ക് ഇവിടെ കിട്ടുന്നത് 30 രൂപയാണ് ഒരു കിലോക്ക്. അപ്പോൾ ഏറെക്കുറെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. അബൌട്ട് ബ്ലൂ ഹിൽസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.